ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈത്തുൽക്കണ്ണി ശിഖരങ്ങളെ ഉണക്കുന്നത് പോലെ കയ്പിൻ്റെ വേര് നമ്മളുടെ അകത്തുള്ള വിശ്വാസികളുടെ അകത്തുള്ള വ്യക്തികളുടെ അകത്തുള്ള നന്മകളുടെ ശിഖരങ്ങളെ ഉണക്കിക്കളയും. കൊളോസ് ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. കൊളോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതിനാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ അവിടുത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ. ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ നിറഞ്ഞും കവിഞ്ഞും ഇരിക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞും ഇരിക്കുവിൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നണം. കയ്പിൻ്റെ വേര്, സർപ്പത്തിൻ്റെ വേര് ഒരു വ്യക്തിയിൽ നിന്ന് നീങ്ങണമെങ്കിൽ യേശുവിൻ്റെ വേര് ആ വ്യക്തിയുടെ ഉള്ളിൽ മുളയ്ക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് പറഞ്ഞാൽ, കയ്പിൻ്റെ വേര് ഒരുത്തനിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ യേശുവിൻ്റെ വേര് അവിടെ ഉറയ്ക്കേണ്ടത്, മുളയ്ക്കേണ്ടത് ആവശ്യമാകുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്നതും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ ഈ കയ്പിൻ്റെ വേര് നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അത് ശക്തമാണെങ്കിൽ കാര്യം വായനയും പ്രാർത്ഥനയും സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ക്രിസ്തുവിൻ്റെ വേരൂന്നിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിടത്ത് ഈ വേര് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ സ്ഥലത്തിന് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ആ മരം നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കയ്പ് വേരുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്ത് എവിടെയോ ഈ വേരിൻ്റെ മരം ഉണ്ടോ എങ്കിൽ ഈ വേര് മനുഷ്യ ഹൃദയത്തിൽ മുളയ്ക്കുന്നു എങ്കിൽ ഈ വേര് കൊണ്ട് മരം എന്തോ നേടുന്നുവോ അതുപോലെ തന്നെ, അതായത് ഒരു വേര് കൊണ്ട് ഒരു മരം എന്ത് നേടുന്നുവോ അതുപോലെ തന്നെ ഈ കയ്പ് വൃക്ഷത്തിൻ്റെ വേര് മനുഷ്യ ഹൃദയത്തിൽ സാത്താൻ മനുഷ്യൻ്റെ അനുവാദത്തോടെ മുളപ്പിച്ചെങ്കിൽ സാത്താൻ എന്തോ നേടാൻ ഉദ്ദേശിക്കുന്നു, സർപ്പം എന്തോ നേടാൻ ഉദ്ദേശിക്കുന്നു, സാത്താൻ എന്തോ നേടാൻ പരിശ്രമിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന നന്മകളും പ്രത്യാശയും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും എല്ലാം ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ഈ വേര് പ്രവർത്തിക്കും. അങ്ങനെ ആ വ്യക്തി ബലഹീനമാകും, നഷ്ടമുണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ചിലർക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ ആ നന്മകളുടെ പുറകിൽ അധ്വാനിച്ച വ്യക്തികളെ കാണാൻ കഴിയില്ല. ഒന്നുകൂടെ പറയാം. ചിലർക്ക് ജീവിതത്തിൽ നന്മകൾ ആസ്വദിക്കുമ്പോൾ ആ നന്മകളുടെ പുറകിൽ അധ്വാനിച്ച വ്യക്തികളെ കാണാൻ കഴിയില്ല. ഇച്ചിരൂടെ പറഞ്ഞാൽ, ഒരു കുടുംബത്തിലാണെങ്കിൽ അവിടെ നന്മകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭർത്താവാവാം അധ്വാനിച്ചത്, ചില വീടുകളിൽ ഭാര്യയാകും അധ്വാനിക്കുന്നത്, അങ്ങനെ ചിലയിടത്ത് 2 പേരും കൂടെയാകും അധ്വാനിക്കുന്നത്. പക്ഷെ നന്മയുണ്ടാകുമ്പോൾ ഈ ഒരാൾക്ക് മറ്റേയാൾ ഈ നന്മയ്ക്ക് പങ്കില്ല എന്ന് തോന്നിയാൽ, ഉദാഹരണത്തിന് ഭാര്യ അധ്വാനിച്ച നന്മകളാണ് ഒരു വീട്ടിലുള്ളെങ്കിൽ ഭർത്താവ് അതിനകത്ത് ഒരു നന്ദി ഭാര്യയോടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ ഭർത്താവിന് ദൈവത്തോട് നന്ദിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഇനി മറുഭാഗം, ഭർത്താവ് അധ്വാനിച്ച ഒരു വീട്ടിൽ നന്മയുണ്ടായി, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അധ്വാനിച്ചു, ഒരു നന്മയുണ്ടായി, അതെല്ലാവരും കൂടി ആസ്വദിച്ചെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു നന്ദിയില്ലെങ്കിൽ ഭാര്യയ്ക്ക് ദൈവത്തോട് നന്ദിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയമാണെങ്കിൽ കയ്പിൻ്റെ വേരാ. ഭർത്താവിന് ഭാര്യയോട് സംശയമാണ്, അവിടെയും കയ്പിൻ്റെ വേരാ. അങ്ങനെ പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന സന്തോഷവും സമാധാനവും എല്ലാം ഈ വേരിൽ കൂടെ വെളിപ്പോവും. തന്നെയുമല്ല, എപ്പോഴെങ്കിലും ഒരു ശോധന വരുമ്പോൾ ഇവരൊരു മനസ്സോടെ നിൽക്കാത്തതുകൊണ്ട്, നിൽക്കാൻ സാത്താൻ അനുവദിക്കാത്തതുകൊണ്ട്, സാത്താൻ്റെ വേരവകാശം പറഞ്ഞ് അകത്ത് നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിലെ തകർച്ചയിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഇവർക്ക് കഴിയാതെ വരും. അപ്പോൾ ഇവരെന്നാ കാണിക്കുമെന്ന് ചോദിച്ചാൽ,
ഇവർ ഈ സാത്താൻ്റെ വേരുള്ളവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ മൂലവാ, നിങ്ങൾ മൂലവാ, നിങ്ങൾ മൂലവാ, അല്ലെങ്കിൽ നീ മൂലവാ, നീ മൂലവാ. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ അടിസ്ഥാനപരമായി തകർച്ച ഉണ്ടാകും, ജീവിതത്തിൽ ഒന്നും അല്ലാതായി മാറുകയും ചെയ്യും. എന്നാൽ ഈ വേരുകൾ നമ്മിൽ ഉണ്ടോ എന്ന് ഒത്തിരി ദിവസം നീണ്ടിട്ട് കാര്യമില്ല, ഇന്ന് തന്നെ തിരിച്ചറിയണം, ഇന്ന് തന്നെ തിരിച്ചറിയണം. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് തീരുന്നില്ലേ ഉപവസിക്കണം, ഇല്ലെങ്കിൽ ശക്തരായ യോഗ്യരായ ദൈവദാസന്മാരുടെ സഹായം തേടണം. ഇത് അവനവന് മാത്രം അറിയാൻ പറ്റുള്ളൂ. ഈ ഹൃദയത്തിൻ്റെ എക്സ്റേ എടുക്കാൻ സ്കാൻ ചെയ്യാം, മനസ്സിൻ്റെ എക്സ്റേ എടുക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിൻ്റെ കേന്ദ്രമായ ബൈബിൾ പറയുന്ന വചനം പറയുന്ന ഹൃദയത്തിൻ്റെ എക്സ്റേ എടുക്കാനുള്ളൊരു സംവിധാനം വന്നിട്ടില്ല. അത് എടുക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലമേ ഉള്ളൂ, ഒന്ന് ദൈവം, മറ്റൊന്ന് നമ്മൾ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാം. എനിക്കൊരു വ്യക്തിയോട് കയ്പും വെറുപ്പും വിദ്വേഷവും ഈർഷ്യയും ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ വേരുണ്ടോ? എനിക്കുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചാൽ മതി. എനിക്കൊരു വ്യക്തിയെ അമിതമായ സംശയവും അല്ലെങ്കിൽ സംശയവും സാഹചര്യവും ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ വേരുണ്ടോ? എല്ലാം മറ്റുള്ളവരുടെ കുഴപ്പമാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലാണ് വേര് കിടക്കുന്നത്, എൻ്റെ ഉള്ളിലാണ് വേര് കിടക്കുന്നത്. ഈ തകർച്ചയുടെയൊക്കെ അടിസ്ഥാന കാരണം മറ്റൊരു വ്യക്തിയാണ്, വേറൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വേറൊരാളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വൃക്ഷങ്ങളിൽ നമ്മൾ ഇത്തിൾ കണ്ണികൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഇത്തിൾ കയറി പിടിക്കുമ്പോൾ ആദ്യം അതൊരു ചെറിയ ഭംഗിയൊക്കെ ആയി തോന്നിയെങ്കിലും, ഇപ്പോൾ മുടിയുടെ മുകളിൽ പൂ വെക്കുന്നത് പോലെയൊക്കെ ഒരു ഭംഗിയായിട്ടൊക്കെ തോന്നിയെങ്കിലും, കാലാന്തരത്തിൽ ഈ ഇത്തിൾ കണ്ണി വളർന്ന് അത് ഈ വൃക്ഷത്തിൻ്റെ ആ ചുറ്റിയ ഭാഗം തൊട്ട് മുന്നോട്ടുള്ള ശാഖകളെ അത് ഉണക്കിക്കളയും. എന്ന് പറഞ്ഞാൽ ഈ ശാഖകളിലാണ് വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്നത്. ദൈവജനത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ്റെ ശിഖരങ്ങളെ ഉണക്കിക്കളയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവൻ്റെ ശിഖരങ്ങളെ ഉണക്കിക്കളയാം. നമ്മൾ ദൈവത്തിൻ്റെ ശിഖരങ്ങളാണ് എന്ന് വചനം വ്യക്തമായിട്ടുണ്ട്. യോഹന്നാൻ 15:5 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശാഖയാണല്ലോ യേശു, മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാനല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന ഈ ശാഖയുടെ ഇടയ്ക്ക്, ഈ ശാഖയുടെ അറ്റത്താണ് ഫലം ഉണ്ടാകേണ്ടത്. ഈ ശാഖയുടെ ഇടയ്ക്ക് ഇത്തിൾക്കണ്ണി പോലെ സാത്താൻ്റെ വേര് വന്ന് പിടിച്ചാൽ ഇതിൽ ഫലം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന നന്മകളും കൂടി ഈ ഇത്തിൾക്കണ്ണി അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ ഈ ശാഖ ഉണങ്ങിപ്പോകുമെന്നാണ് ഇപ്പോൾ നമ്മളിതിനകത്തുനിന്ന് വായിച്ചത്. ഇതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, എന്നിൽ വസിക്കാത്തവൻ പുറന്തള്ളപ്പെട്ട് ഉണങ്ങിപ്പോകുന്ന ശാഖയ്ക്ക് തുല്യനാണ്. ഇങ്ങനെയുള്ള ശാഖകൾ തീയിലിട്ട് കളയുകയും അവ എരിഞ്ഞു പോകുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾക്ക് വചനം അറിയാമെങ്കിൽ എന്നല്ല പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ നിശ്ചയിക്കുന്നതെന്തും അപേക്ഷിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അപേക്ഷിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ, അങ്ങനെ ഐക്യമത്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായി കുടുംബങ്ങളിലാണ്. അത് ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയാണ്. അവർക്ക് ഐക്യമത്യപ്പെട്ട് ചോദിക്കണമെങ്കിൽ ഈ തമ്മിൽ ഒരാളുടെയെങ്കിലും ഹൃദയത്തിൽ കയ്പുള്ള വേരുണ്ടെങ്കിൽ അവർക്ക് ഐക്യമത്യപ്പെട്ട് ചോദിക്കാൻ പറ്റുകയില്ല.
പക്ഷെ തകർച്ച 2 പേർക്ക് ഒരുമിച്ച് കിട്ടും, 2 പേരും ഒരുമിച്ച് തകർന്നു പോകും. അവസാനം അവർ ഈ ഭൂമിയിൽ തന്നെ അവരൊരു പേരില്ലാത്ത അവസ്ഥയിൽ തീർന്നു പോകും. പക്ഷേ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് ഈ കയ്പുള്ള വേരാണ് എന്ന് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ഉള്ളിൽ മറ്റൊരാളുടെ ഉള്ളിൽ കയ്പുള്ള വേരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ കയ്പുള്ള വേരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാനും പറ്റും. ഞാൻ ശുദ്ധീകരിക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നന്മകൾ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കാതിരുന്നത് ഞങ്ങളുടെ ഉള്ളിൽ സാത്താൻ ഈ കയ്പ് വേര് ഞങ്ങളുടെ ഉള്ളിൽ മുളപ്പിച്ച് ഞങ്ങൾക്ക് ദൈവം തരുന്ന നന്മകളെ വലിച്ചു കൊണ്ടുപോയതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്നിത് മനസ്സിലാക്കുന്നു. സദൃശവാക്യം 6:31 പ്രകാരം ഞങ്ങൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സാത്താനോട് കൽപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മോഷ്ടിച്ചു കൊണ്ടുപോയ നന്മകൾ 7 മടങ്ങ് തിരികെ തരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവേ, എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ ശത്രുവായ സാത്താൻ ഇത് കടത്തിക്കൊണ്ടുപോയ വഴികൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കയ്പുള്ള വേരുകൾ വെളിപ്പെടുത്തി കൊടുക്കണമേ. വ്യക്തികളുടെ തമ്മിലുള്ള സംശയങ്ങളും വ്യക്തികൾ തമ്മിലുള്ള പിണക്കങ്ങളും വെളിപ്പെടുത്തി കൊടുക്കണമേ. കയ്പുള്ള വേര്, ഈർഷ്യ, ദുഷ്ടത എല്ലാം വെളിപ്പെടുത്തി കൊടുക്കണമേ. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.